ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ശിവരാത്രി മഹോത്സവം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 27 ശിവരാത്രി കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ശിവരാത്രി മഹോത്സവത്തിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ശിവരാത്രി മണപ്പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസിന്റെ പാലം. വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അതിനു ചുറ്റും നമ്മുടെ പെരിയാറ്, മനോഹരമായി ഒഴുകുന്ന പെരിയാറിന്റെ കുറുകെയുള്ള മനോഹര പാലം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിന് ജനകോടികൾ എത്തുന്ന സ്ഥലമാണ്. ഇവിടെ പിതൃതർപ്പണം നടത്തുന്ന ഓരോരോ ഘട്ടുകളാണ്. അങ്ങകലെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആലുവയുടെ പാലം. ഇതാണ് ആലുവ പാലം. അതിൽ കൂടെ വണ്ടികൾ പോകുന്നത് അങ്ങകലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ആലുവ പാലം ഒരു നോക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ നമ്മുടെ ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പവിത്ര ഭൂമിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫെബ്രുവരി 26 വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുക്കാൻ പറ്റില്ല. ഇവിടെ ചുറ്റും നിറച്ച് ആൾക്കാരായിരിക്കും, ജനസാഗരമായിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ മണിക്കൂറിൽ വന്നു പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശിവരാത്രി ആഘോഷിക്കുന്ന സ്ഥലവും പിതൃതർപ്പണത്തിന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നിറഞ്ഞ പുണ്യഭൂമിയാണ് നമ്മുടെ ആലുവ ശിവരാത്രി മണപ്പുറം. ഇതാണ് നമ്മുടെ ശിവരാത്രി മണപ്പുറത്തെ നമ്മുടെ ക്ഷേത്രം. ഓം നമ ശിവായ, ഹർ ഹർ മഹാദേവ, ലോഡ് ശിവ. അത്രയ്ക്കും ശക്തിയും പവർഫുള്ളുമായ ഒരു ക്ഷേത്രവും വിശുദ്ധിയുമുള്ള ഒരു സ്ഥലമാണ്. കാരണം ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനാ സാഗരങ്ങൾ നിറഞ്ഞ് അലയടിക്കുന്ന ഒരു പുണ്യഭൂമിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എല്ലാവർക്കും, എല്ലാ പിതൃക്കൾക്കും, അവരുടെ ആത്മാക്കൾക്ക് ശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഈ പുണ്യഭൂമിയിൽ ക്ഷേത്രത്തിന്റെ കവാടം കടന്നുകൊണ്ട് നമ്മൾ വീണ്ടും ആലുവയുടെ ശിവരാത്രിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മനോഹര കാഴ്ചകൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം, ആലുവയിലെ കേരളത്തിന് തന്നെ പ്രസിദ്ധമായ ആലുവ ശിവരാത്രി നടക്കുന്ന ശിവക്ഷേത്രം. നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. പല കച്ചവടക്കാരും പോയി തുടങ്ങി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന കച്ചവടവും ഫെസ്റ്റിവലുമാണ് ഇവിടെ നടക്കുന്നത് ശിവരാത്രിയോട് അനുബന്ധിച്ച്. കാരണം ജനലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആലുവ ശിവരാത്രി മണപ്പുറം. കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഒരുപാട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ശിവരാത്രി കഴിഞ്ഞിട്ടും 27 ആയിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും തിരക്ക് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് ചുറ്റും ഓരോരോ കടകളും കച്ചവട സ്ഥാപനങ്ങളും സ്റ്റാളുകളും നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തരത്തിലുള്ള കടകള്, പല സ്റ്റാളുകള്, ഐസ്ക്രീം കടകള്, അതുമാതിരി പല കച്ചവടക്കാര്, സ്ഥലങ്ങള്, അങ്ങനെയെല്ലാം കടക്കുകയാണ്. വീണ്ടും നമ്മൾ ആലുവ മുനിസിപ്പാലിറ്റിയുടെ ശിവരാത്രി മഹോത്സവത്തിന്റെ സ്റ്റാളിലേക്ക് കടക്കുകയാണ്. വളരെ അകലെ നിന്ന് വരെ ആളുകൾ ഇവിടെ കച്ചവടത്തിന് വന്നിട്ടുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യക്കാരാണ് ഇവിടെ കച്ചവടത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും മുനിസിപ്പൽ ഓഫീസിന്റെ മുറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ശിവരാത്രിയുടെ ഫെസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ മനോഹരമായി, അകലിൽ നിന്നും അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പെട്ടിക്കടകളും കളിപ്പാട്ട കടകളും നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മരണക്കിണറിന്റെ വീഡിയോ കാണുമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇതിന്റെ ഇവിടുത്തെ ആലുവയിലെ ഏറ്റവും വലിയ മരണക്കിണറിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കാൻ ഒപ്പിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ആലുവയിലെ ശിവരാത്രിയുടെ ഫെസ്റ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും.
കണ്ടവൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന പ്രദേശമാണ്. അഭ്യാസഗിരി കണ്ടാൽ ആഗ്രഹിക്കുന്ന പ്രദേശമാണ്. ഇപ്പുറത്തൊന്ന് അടുത്ത ശരീരമാണ്. കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ് വേമ്പരി. ഈ 40 അടി ഉയരമുള്ള കിണറിൽ 7 വാഹനമാണ്. യുവതികൾ ചെയ്ത് കടന്ന് സർക്കസ് അഭ്യാസങ്ങൾ ആദ്യ അന്വേഷിക്കരെ ഷോയ്ക്ക് വരുന്നത് അന്വേഷിക്കുക. കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ് വേമ്പരി. ഇന്ത്യൻ ഷോ തുടങ്ങി ആദ്യം അന്വേഷിക്കുക. രണ്ട് സൈഡും ഷോ കണ്ടു വരുന്നത് അന്വേഷിക്കണം. ആയിരക്കണക്കിന് കാഴ്ചകളെ നിങ്ങൾ കണ്ടാണ്. ആയിരക്കണക്കിന് മരണക്കിണർ നിങ്ങൾ കണ്ടാണ്. ആയിരം DJ മരണക്കിണറിൽ കാണിക്കുന്ന കാഴ്ചകൾ യുവതികൾ ചെയ്ത് കഴിഞ്ഞാൽ സർക്കസ് അഭ്യാസങ്ങൾ. ഇതാ ഡിഗ്രി ഇവിടെയാണ് വേണ്ടത്. അഭ്യാസ ചെയ്ത് കണ്ട അഭ്യാസ പ്രകടനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവേശനമാണ്. കണ്ടവർ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന പ്രവേശനം. അഭ്യാസ പ്രകടനങ്ങൾ 7 വാഹനമാണ്. 3 മാരുതി കാറും 4 മോട്ടോർ സൈക്കിൾ 5 2 ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 210 കിലോ വെയിറ്റുള്ള ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന്റെ സർക്കസ് അഭ്യാസങ്ങൾ. ഇതാ ടിക്കറ്റ് എവിടെയാണ് ഉണ്ട്. അഭ്യാസ ചെയ്ത് കണ്ട അഭ്യാസ പ്രകടനങ്ങൾ. അഭ്യാസ ചെയ്ത് കണ്ട അഭ്യാസ പ്രകടനങ്ങൾ. ഇന്നത്തെ കാഴ്ചയിൽ വരവുന്നത് കേരള നമ്പർ 1 കമ്പനി മാരുതി കാർ മോട്ടോർ സൈക്കിൾ സർക്കസ്. അഭ്യാസ ചെയ്ത് കണ്ട അഭ്യാസ പ്രകടനങ്ങൾ. ഇവിടെയാണ് ഇതിനോട് തോന്നിക്കുന്ന വേമ്പരി. ആദ്യം അവസാനം വരെ കാഴ്ച കാണി പറ്റിയിട്ടില്ല. സർക്കസ് അഭ്യാസങ്ങൾ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, 6അല്ല, 7 വാഹനമാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ലൈക്കും ഷെയറും കിട്ടാൻ സാധ്യതയുള്ള അവസരമാണ്. ഹാർദമായ സ്വാഗതം. കണ്ണനെ
അൻപോടെ കേവലം ഞാൻ എഴുതും കടുകനെ ചെമ്മണി കണ്ടേടി കടലും ഞാൻ എഴുതും കടുകനെ ഭയത്തോടെ മാത്രം കാണാനാവുന്ന ഒരു പ്രദർശനം. DJ ഒരുക്കിയ ഈ മഹത്തായ പ്രദർശന നഗരിയിൽ മറക്കാനാവാത്ത ദൃശ്യവിരുന്ന അതീവ ചാരുതയോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഗോസ്റ്റ് ഹൗസ്. ഇതാ ടിക്കറ്റ് യൂണിയൻ വേണ്ടി ഇവരികൾ ചെയ്ത് കാണുന്ന സർക്കിൾ അഭ്യാസങ്ങൾ മരത്തിന്റെ ചുമലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ചെയ്ത് കാണുന്ന സർക്കിൾ അഭ്യാസങ്ങൾ ഇതുവരെയ്ക്ക് ഏത് മരണ കിണറിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്. ഈ മരണ കിണറിൽ ചെയ്ത് കാണുന്നത് ഇവരികൾ മരകിണറിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങകലെ ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ ഒരുപാട് വൈകി, സമയം ഇപ്പോൾ 12 മണി ആയി. അപ്പോൾ ജനത്തിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ റൈഡുകൾ എല്ലാം സജീവമാണ്. അങ്ങകലെ 2 ജയന്റ് വീൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അകലെ ആലുവപ്പുഴയും അതിനു ചുറ്റും മനോഹരമായി കറങ്ങുന്ന ജയന്റ് വീൽസും. അപ്പോ മന്നക്കിണറിലേക്ക് നമ്മൾ കടക്കുകയാണ്. മന്നക്കിണറിന്റെ വീഡിയോ നിങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം ഇതിന്റെ വീഡിയോന്റെ ലിങ്ക്. ഇതിനകത്ത് ഒരു ടോപ്പ് വ്യൂ നിങ്ങൾ കാണിച്ചു തരാം. മന്നക്കിണറിന്റെ ഒരു വണ്ടി ഓടുന്നതാണ്. ഇതിനകത്ത് 2 ബുള്ളറ്റും 2 ബുള്ളറ്റും 2 ബൈക്കുകളുമാണ്. മൊത്തം 4 ബൈക്കുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കൂടെ അതിന്റെ 3 കാറുകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ പോയി കാണുക. ഓക്കെ. കൊളംബോസിൽ ഒരു ബസ് പറിച്ചു കിട്ടിയിട്ടുണ്ട്. പേര് ഇമാജുദ്ദീൻ. എവിടെ വേണ്ടി പക്ഷം എന്നതാണ് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗർഭിണികളും ഭയമുള്ളവരും ഈ പ്രദർശനം കാണരുത്. എന്നാൽ ധൈര്യമുള്ളവർ, ആത്മധൈര്യം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സധൈര്യം ജീവിതത്തെ നേരിടുവാൻ ആഗ്രഹിക്കുന്നവർ, കരുത്തു നേടുന്നവർ നിശ്ചയമായും ഇത് കണ്ടിരിക്കേണ്ടത്. ആലുവയുടെ ശിവരാത്രിയുടെ കാഴ്ചകൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. ഓക്കെ, ബൈ. ഭൂമിയോട് വിട പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. അടുത്ത ശിവരാത്രിക്ക് ഈ പുണ്യഭൂമിയിൽ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.